എടി എന്റെ ഹാൻഡ് റൈറ്റിംഗ് ശരിയല്ലാത്തോണ്ടല്ല അന്നെ ഇങ്ങനെ വിളിക്കണം. എന്റെ ഹാൻഡ് റൈറ്റിംഗ് നല്ല അടിപൊളിയാണ്. എനിക്ക് ഇവിടെ കിച്ചണില് പണിയുണ്ടെന്നല്ലേ നിങ്ങളോട് ഞാൻ പറഞ്ഞത്. എടി ആ മെമ്പർ കോയ വോട്ട് കിട്ടാൻ വേണ്ടി നാട് മുഴുവൻ നടന്നു കണ്ട് പൂരിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആ ചെങ്ങായി വരുന്നതിന് മുന്നേ ഇത് പൂരിപ്പിക്കണം. ആ ചെങ്ങായി ഇത് പൂരിപ്പിച്ചിരുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ തെറ്റിക്കും. അപ്പൊ ഇന്റെ പണി നിങ്ങൾ എടുക്കോ? ഇല്ലല്ലോ. അവിടെ പൂരിപ്പിക്കണ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെ കൊണ്ടുപോയി എടുത്താണ്ട് പൂരിപ്പിച്ചാൽ മതി. ആ പൂരിപ്പിക്കണോടത്തൊക്കെ കൊണ്ടുപോയി പൂരിപ്പിച്ചാൽ ആൾക്കാരത് മുഴുവൻ തെറ്റാണ്. എന്നാലേ സുഖവാസത്തിന് വന്ന് നിങ്ങളെ പെങ്ങളുടെ അവിടെ ഫോണുമ കളിച്ചിരിക്കണം. ഓളാണ്ട് വിളിച്ചോളി പൂരിപ്പിക്കാൻ. എനിക്ക് അവിടെ പണിയുണ്ട്. ഇവിടെ വന്നാ ഇങ്ങനെ ഫോൺ വെച്ചിട്ട് 15. പൊട്ടാതെ തെറ്റിയത് അങ്ങനല്ല. 2002 എപ്പിക് നമ്പർ ആണ് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ ഇതല്ലേ ഇതിന്റെ മേലുള്ള നമ്പർ അല്ലേ? അതിപ്പോ ഉള്ളതാണ്. അതിപ്പോ നിലവിലുള്ള പുതിയ നമ്പറാണ്. അതല്ല. ഓക്കെ സെറ്റ് അല്ലേ? ഇനി അടുത്തത് എന്താണ്? ബന്ധുവിന്റെ പേര്. ബന്ധുവിന്റെ പേര്. ബന്ധുവിന്റെ പേരെന്താ? കുഞ്ഞുമൊയ്തീൻ. അതാരാ? വല്ലിപ്പ. വല്ലിപ്പ കുഞ്ഞിമൊയ്തീൻ. ഓക്കെ. അപ്പം അടുത്തത് ബന്ധം. വല്ലിപ്പ ഫാദർ ഇപ്പല്ലേ അഹമ്മദല്ലേ എന്റെ ഫാദറ്. ഇതിപ്പോ ഇന്റതല്ലേ പൂരിപ്പിക്കുന്നത് അല്ലേ? അപ്പൊ ഈ മുൻ അവസാന SIR പേര് നൽകിയിരിക്കുന്ന വോട്ടറുടെ ബന്ധുവിന്റെ വിശദാംശങ്ങൾ. അപ്പൊ അതിൽ ആദ്യ പേരുപ്പാന്റെ പേര് അഹമ്മദ് ഒക്കെ എഴുതി. പിന്നെ എപ്പിക് നമ്പർ അതും എഴുതി. പിന്നെ പറഞ്ഞത് ബന്ധുവിന്റെ പേര് വല്ലിപ്പാന്റെ പേര് കുഞ്ഞിമൊയ്തീൻ അതും എഴുതി. ഇനി ബന്ധം. ആരെ ബന്ധം? ഇപ്പാന്റെ ബന്ധം. ഇത് ഇന്റതല്ലേ പൂരിപ്പിക്കുന്നത്. ആരെ ബന്ധം? ഞാനും ഉപ്പി തമ്മിലുള്ള ബന്ധാണോ? അല്ല, വല്ലിപ്പി ഇപ്പിൻ തമ്മിലുള്ള ബന്ധം. വല്ലിപ്പി ഇപ്പി തമ്മിലുള്ള ബന്ധം വോട്ടറ ബന്ധുവിന്റെ ബന്ധാണ്. സണ്ണ് കുഞ്ഞിമൊയ്തീന്റെ സണ്ണ് ഇപ്പ. അതിപ്പാൻ്റെ. നമ്മൾക്ക് വരുമ്പോ ഫാദർ ആവും. നമ്മൾക്ക് വരുമ്പോ ഫാദർ ആവില്ലേ? നമ്മക്ക് വല്ലിപ്പാന്റെ ഇപ്പാന്റെ വല്ലിപ്പ കുഞ്ഞിമൊയ്തീന് ഗ്രാൻഡ് ഫാദർ അല്ലേ? അല്ല, അത് അതിൽ എഴുതുമ്പോ അതിൽ ഫാദർ എന്നാണ് എഴുതേണ്ടത്. ഞാനാരാ? മോനെ. ഇന്റെ ഉപ്പാന്റെ ബന്ധുവിന്റെ പേര് അറിഞ്ഞിട്ടാണ് കുഞ്ഞിമൊയ്തീൻ എഴുതിയത് അല്ലേ? ഇനി കുഞ്ഞിമൊയ്തീന്റെ ബന്ധം എന്ത് ബന്ധം? ഇവർക്ക് ഇതിൽ ആര് തമ്മിലുള്ള ബന്ധാന്ന് എഴുതിയാൽ എന്താ? ബന്ധത്തിൽ ഇപ്പൊ എന്താ എഴുതണ്ടി? ബന്ധത്തില് കുഞ്ഞുമൊയ്തീൻ ഇപ്പാന്റെ ആരാണ്? കുഞ്ഞുമൊയ്തീൻ ഇപ്പാന്റെ ആരാ? ഫാദർ. ഇത് എന്റെ വോട്ടർ ഐ ഡിയല്ലേ പൂരിപ്പിക്കണം. അപ്പൊ ഇതിന്റെ ഞാനുമായിട്ടുള്ള ബന്ധല്ലേ ഇതിന്റെ. അപ്പൊ ഫാദർ എങ്ങനെ വരില്ലേ? ഗ്രാൻഡ് ഫാദർ അല്ലേ വരിക? ദുബായിൽ 5 സെന്റ് സ്ഥലം എടുത്താലോ പോയിക്കാണ്ടേ? പൂരിപ്പിച്ചിക്കണോ? ഡേറ്റ് ചെയ്യാനായിട്ടോ? നിങ്ങളെ ഈ കാത്തിക്കണ ഇതിലാകെ കൺഫ്യൂഷൻ ആണ്. നിങ്ങൾക്ക് ഈ ഫോം തന്നിക്കാണ് അങ്ങോട്ട് പോയാൽ മതി. കഷ്ടപ്പാട് മുഴുവൻ ഞങ്ങൾക്കാണ്. ഇതിൽ ബന്ധം എന്നൊക്കെ പറഞ്ഞു. എന്ത് ബന്ധവും? ആരെ ബന്ധവും? ഞാനാരാ? വഹാബ് അല്ലേ? ഓക്കെ. ഇത് ഇന്റെ ഫോമാണ് പൂരിപ്പിക്കാനുള്ളത്. നിങ്ങൾ പൂരിപ്പിക്കണല്ലോ. ഞാൻ പറഞ്ഞേക്ക്. ഞങ്ങൾക്ക് സംശയം ഉണ്ടോ? ഇത് ഈ കോളത്തിനുള്ള ഇത് നമ്മളെ ബന്ധുവിന്റെ പേര് ചെയ്താള് 2002 ലിസ്റ്റിലുള്ള ആളെ പേര്. ഓക്കെ. ഇവിടെ അഹമ്മദ് എഴുതി. ബാപ്പാന്റെ പേര്, ബാപ്പാന്റെ എപ്പിക് നമ്പർ എഴുതി. ബന്ധുവിന്റെ പേര് ഏത് ബന്ധു? 2002 വോട്ട് അന്ന് ബന്ധുവിന്റെ പേര് അന്നുള്ള ബന്ധുവിന്റെ പേര് കുഞ്ഞിമൊയ്തീൻ. അതിന്റെ വല്ലിപ്പാന്റെ പേരാണ് എഴുതി. അപ്പൊ ഇതിന്റെ വല്ലിപ്പാന്റെ പേര് എഴുതി. അതിന്റെ താഴത്ത് ബന്ധം. ഏത് വാപ്പാ? എന്ത് ബന്ധം? ഈ ബന്ധം ആരെ ബന്ധം? ബന്ധു. എന്ത് ബന്ധുടോ? ഇത് ബന്ധു അല്ലേ? ബന്ധുവിന്റെ പേരല്ലേ? അപ്പൊ ബന്ധു. ഇതിന്റെ വല്ലിപ്പാന്റെ പേരാണ് കുഞ്ഞിമൊയ്തീന്. അപ്പൊ ഈ ബന്ധം എന്നുള്ള കുളത്തിൽ ഞാൻ എന്താണ് എഴുതണ്ടേ? വല്ലിപ്പാന്ന് എങ്ങനെയാണ് എഴുതല്? ഒരു ബന്ധം. ഈ ബന്ധത്തിൽ വല്ലിപ്പാന്ന് എഴുതല് അതോ ഫാദർ എന്ന് എഴുതല് അതോ സണ്ണ്? ഇത് ആര് തമ്മിലുള്ള ബന്ധാണിത്? ഇത് ഇപ്പാൻ്റെ ഇപ്പൊ കൊണ്ടേക്കാണ്ട് അവിടുന്ന് ഏതോ ചെങ്ങന്മാര് പൂരിപ്പിച്ച് കൊടുത്തുകിട് ഇപ്പാൻ്റെ കാണിച്ചറാ. ഇപ്പാൻ്റെ ഇത് സണ്ണ് എഴുതിക്കണ്. എത്ര ഈ സണ്ണ്? സൂര്യൻ.
സൂര്യനോ ചന്ദ്രനോ? അത് തെറ്റിയതാണ്. ബന്ധു ബന്ധു എന്ത് ബന്ധു? ബന്ധു ഏത് അടുപ്പിലെ ബന്ധു? ആ ബന്ധു പഠിച്ചോളെ, ഞാൻ എത്തപ്പഞ്ഞതില്ലേ ഇത്? ഇതിപ്പോ സണ്ണാണോ ഫാദറാണോ ഗ്രാൻഡ് ഫാദറാണോ പഠിച്ചോനെ? എന്തിപ്പോ ഇതിലേ ഇത്? ഞാൻ ഇപ്പൊ ശരിക്കും ആരാ? ആരാണെന്ന് തനിക്കറിയാൻ മേലെങ്കിൽ താൻ എന്നോട് ചോദിക്കും താൻ ആരാണ്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്.